തെരഞ്ഞെടുപ്പ് പ്രചാരണം അങ്ങനെ അർമാദിച്ച് മുന്നേറുകയാണ്. കേരളം അങ്ങോളം ഇങ്ങോളം മതിച്ചു നടക്കുന്ന പ്രചാരകരുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഓരോരുത്തരും അവരവരുടെ പ്രിയ സ്ഥാനാർത്ഥി ജയിക്കുമെന്നല്ലേ പറയൂ. ഉദാഹരണത്തിന് ഉഴവൂർ വിജയനാണെങ്കിൽ സകലയിടത്തും LDF ജയിക്കുമെന്ന് പറയാം. എന്തായാലും ഉഴവൂരിൻ്റെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് അനുഭവം രസകരമാണ്. ഉഴവൂർ ആദ്യം പോയത് തരൂർ മണ്ഡലത്തിലാണ്, സാക്ഷാൽ AK ബാലന്റെ മണ്ഡലത്തിൽ. AK ബാലന്റെ മണ്ഡലത്തിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ പോയി. ഞാൻ ബാലനോട് ഇടയ്ക്ക് പ്രസംഗത്തിൽ ചോദിച്ചു, UDF സ്ഥാനാർത്ഥി ആരാണ്? ബാലൻ വേണ്ടുന്നില്ല. എന്നെ വേണ്ടാത്തത്. അന്നേരം കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു, ഇവിടെ UDF സ്ഥാനാർത്ഥി. ഇതുവരെ ഞാൻ ചോദിച്ചു, ഏത് പാർട്ടിക്കാണ് അവർ കൊടുത്തത്? ആ പാർട്ടി ഇന്നലെ രാത്രി പിളർന്നു പോയി. ജോണി നെല്ലൂരിന്റെ പാർട്ടിക്കാണ് കൊടുത്തത്. തരൂർ എന്ന മണ്ഡലത്തില് ആ പാർട്ടിയുമില്ല, അവിടെ സ്ഥാനാർത്ഥിയുമില്ല. അവര് പാലക്കാട് ബസ് സ്റ്റാൻഡിലും തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലും പോയി നിന്ന് ഓരോരുത്തരോടും ചോദിക്കുകയാണ്, തരൂര് വരെ വരാമോ, തരൂര് വരെ വരാമോ? അപ്പോൾ അയാൾ പറഞ്ഞു, അടി നല്ല ഒന്നാം തരം അടി എൻ്റെ നാട്ടിൽ കിട്ടും, പിന്നെ എന്തിനാണ് വണ്ടിക്കൂലി പോയി മുടക്കി ബാലന്റെ നാട്ടിൽ പോയി അടി മേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ ബാലനോട് പറഞ്ഞു, തീർച്ചയായും UDFിന് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ചു കൊടുക്കണം. എന്നുവെച്ചാൽ നമ്മുടെ പ്രകടന പത്രികയൊക്കെ അടിച്ചു പോയില്ലേ, അതൊക്കെ എല്ലാ വീട്ടിലും കൊടുക്കണ്ടേ. ഇതിലാരും ഇല്ലെങ്കിൽ പിന്നെ ആരെയും വീട്ടിൽ കൊണ്ടുപോകുമോ? അതുകൊണ്ട് പ്രചരണത്തിന് വേണ്ടി ഇപ്പോൾ പിണറായി ഇവിടെ പറഞ്ഞ മതേതരത്വ നിലപാടിന് വേണ്ടി വർത്തമാനം പറയാൻ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഈയിടെ ഒരു സ്ഥാനാർത്ഥി വന്നെന്നും വന്നില്ലെന്നുമാണ് പറയുന്നത്. തരൂരിൽ നിന്ന് പിന്നെ എങ്ങോട്ടാണ് പോയത്? ഞാൻ തരൂര് കഴിഞ്ഞ് പിന്നെ ഞാൻ മലമ്പുഴയ്ക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ സ്ഥാനാർത്ഥി ഒരു ജോയിയാണ്, VS ജോയി. ഞാൻ ചോദിച്ചു, ഈ കൊച്ചിനെ എന്തിനാ ഇവിടെ നിർത്തിയത്? VSനോടൊക്കെ മത്സരിച്ചാൽ 12-10 ലോറിയുടെ അടിയിൽ തവള പോകുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഉഴവൂരിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ് VS എന്ന ഇനിഷ്യലാണ് ഇവന്റെ. അപ്പോൾ തെറ്റിദ്ധരിച്ച് അവന് കിട്ടുന്ന വോട്ട് ഇവന് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ എൻ്റെ ചേട്ടാ ഉള്ള കാര്യം പറയണല്ലോ, അവൻ ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ മലമ്പുഴയിൽ ഡാം കാണാൻ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അവനന്ന് പോകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഡാമൊക്കെ ഒന്ന് കണ്ട് ഊഞ്ഞാലയിലൊക്കെ ഒന്ന് കയറി VSന്റെ മഹാസമ്മേളനമൊക്കെ ഒന്ന് കൂടി അവൻ തിരിച്ചു പോയിക്കോളും. എന്നാലും ഈ കൊച്ചിനോട് ഈ ചതി വേണമായിരുന്നോ? എന്നാ പിന്നെ ജയിക്കുന്ന ഏതെങ്കിലും സീറ്റിൽ NCPക്ക് ആ പാവത്തിനെ നിർത്തിക്കൂടായിരുന്നോ? അതവിടെ നിൽക്കട്ടെ. തരൂർ കഴിഞ്ഞ് വേറെ എങ്ങും പോയില്ലേ? സഖാക്കൾ പാലായിലേക്ക് വിട്ടോളാൻ പറഞ്ഞിരുന്നോ? അത് കഴിഞ്ഞ് ഞാൻ ഒറ്റപ്പാലത്ത് എന്നപ്പോഴാണ് എനിക്ക് സങ്കടം തോന്നിയത്. അമ്പലപ്പുഴ മത്സരിക്കാനിരുന്ന ഷാനിമോൾ ഉസ്മാൻ ഒറ്റപ്പാലത്തേക്ക് കയറി നിൽക്കുകയാണ്. ആണുങ്ങൾ ഒറ്റപ്പാലത്തേക്ക് കയറിയാൽ തോറ്റിപ്പോകും. അപ്പോഴാണ് ഷാനിമോൾ ഉസ്മാൻ ആ കൊച്ചിനോട് അങ്ങനെ വേണമായിരുന്നു, പാവം കൊച്ചാണ്, എനിക്ക് അടുത്ത തന്നെ അറിയാവുന്നതുമാണ്, വനിതകളെ സ്നേഹിക്കാൻ വേണ്ടി ചെയ്ത ഒരു ചെയ്താണ് UDF. അപ്പോ പാലായിലേക്ക് പോകുന്നില്ലേ? അവിടെ മാണിസാർ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഉഴവൂരിന്റെ എതിർ പ്രചാരണം കാണാൻ. ഇപ്പൊ മാണിസാറിന്റെ മുഖത്ത് നോക്കാൻ തന്നെ ഒരു പ്രയാസമാണ്. 19 കൊല്ലമായ ആ മനുഷ്യൻ ഇങ്ങനെ വന്നല്ലോ. പാലായിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഒരു കണ്ണ് കാണാൻ മേലാത്ത ആളെ ഞാൻ കണ്ടു. 19 കൊല്ലമായിട്ട് അദ്ദേഹം ഭിക്ഷ എടുത്തു അടക്കം. ഞാൻ ചോദിച്ചു, ഇത്തവണ ആർക്കാ വോട്ട് ചെയ്യുന്നത്? എൻ്റെ പൊന്നു സാറേ, ഞാൻ വളരെ കാലമായി KM മാണിക്കാണ് വോട്ട് ചെയ്യുന്നത്. അതെന്താ? അത് വേറൊന്നുമല്ല, എനിക്ക് കണ്ണ് കാണാൻ മേലാതെ ഈ ധർമ്മം എടുക്കാൻ പോകുമ്പോൾ ഈ വടിയായിട്ട് പോകുമ്പോൾ എങ്ങും ഞാൻ തട്ടി വീഴാറില്ല. എന്നാ വെച്ചാൽ 50 കൊല്ലം മുമ്പുള്ളതേ ഇപ്പോഴും ഉള്ളൂ. പിന്നെ എന്തിനാ തട്ടി വീഴുന്നത്? ഇനി നിങ്ങളെല്ലാം വന്ന് വല്ല വികസനവും വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ തട്ടി വീഴും. പഴയ കെട്ടിടം, എനിക്ക് ഇനി പുതിയ കണ്ണ് വെക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരു അന്തൻ മാത്രമാണ് മാണിസാർ വോട്ട് ചെയ്യും എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും വെള്ളാപ്പള്ളിയുടെ BDJSനെ ഇടതുപക്ഷം ശരിക്കും പേടിക്കണം. അവർ അരയും തലയും മുറുക്കി മത്സരിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് BJPക്കൊപ്പം. BDJS എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. അതിന്റെ ഫുൾ ഫോം ബ്രാൻഡി ദുഃഖമാണ് ഉണ്ണി, അതാണ് BDJS. അത് BJPയെ ശക്തിപ്പെടുത്താൻ ഇറങ്ങിയിരിക്കുന്നതാണ്. BJP പാവങ്ങൾ അക്കൗണ്ട് തുറക്കണം എന്നാണ് പറയുന്നത്. തുറക്കട്ടെന്നേ, കാശ് കയ്യിലുണ്ട്, ബാങ്കിലോട്ട് കൊണ്ടുപോയിട്ട് അന്നേരം അക്കൗണ്ട് ഇടുക, കയ്യിലോട്ട് കൊടുക്കുകയല്ലേ. അങ്ങനെ നിസ്സാരരായി കാണണ്ട. BJP 3 സീറ്റെങ്കിലും ഇത്തവണ പിടിക്കും എന്നാണ് അവരുടെ അവകാശവാദം.
മൂന്നിടത്ത് താമര വിരിയും എന്ന കാര്യത്തിൽ MA ബേബിക്ക് സംശയമേയില്ല. ഈ വാട്സപ്പിലൂടെ ഒരു സന്ദേശം വരുന്നുണ്ട്. 3 സ്ഥലത്ത് താമര വിരിയുമെന്നാണ്. അത് കൃഷിയില്ലാതെ കിടക്കുന്ന വയലിൽ, പിന്നെ ഇരുമ്പ്, പിന്നെ വലിയ തൊട്ടിലില്, പിന്നെ പൊട്ടക്കുളത്ത്. താമര ഈ 3 സ്ഥലത്ത് വിരിയാനേ സാധ്യതയുള്ളൂ എന്നാണ് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തമാശയും പറഞ്ഞു നടന്നോ? BJPക്കാർ ലക്ഷ്യം നേടാനുള്ള ജോലിയിലാണ്. അതിനെ മറികടക്കാനുള്ള പ്രവർത്തനങ്ങൾ നോക്കുക. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് ഞങ്ങ പറഞ്ഞ നടൻ. ഞാൻ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ മാത്രമല്ല, 20 മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നടനായിരുന്ന ഒന്ന് കാണാതിരിക്കായിരുന്നു. ദ ടൈഗർ എന്ന് പറയുന്ന സിനിമയിൽ മുഖ്യമന്ത്രിയുടെ റോളിൽ വലിയ നടന്മാരെന്തെങ്കിലും കാണിച്ചതുപോലെയൊക്കെ കാണിച്ച സിനിമാ നടനാണെന്നാണ് വിചാരം. ഉപ്പുകണ്ടം പ്രദേശ് അടക്കം 20 മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കാൻ നടക്കുന്ന സമയത്തെ വല്ല പൂച്ചയ്ക്കും പുല്ല് പറിച്ചു കൊടുക്കണോ? ചാനൽ ചർച്ചകളിലൂടെ നിങ്ങൾക്കറിയാം, ഞാൻ സുശക്തമായ ഒരു പ്രതിരോധത്തിനെ കെട്ടിപ്പടുക്കുന്ന ആളാണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ നടൻ. ഇവനാണ് നടൻ.